നീറ്റ് അല്ല ലക്ഷ്യം. ബംഗ്ലാദേശും നേപ്പാളും പോലെ ഇവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുപ്പിക്കാൻ ഒരു ഡീപ് സ്റ്റേറ്റ് ഏജന്റ് ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ആ ഡീപ് സ്റ്റേറ്റ് ഏജന്റ് ഒക്കെ പുറത്തു വരാനുള്ള സമയമായി അല്ലേ? അതെ, തീർച്ചയായും. നമുക്കപ്പോൾ ഡൽഹിയിലേക്ക് പോകാം. നന്ദനുണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. രാജ്യവിരുദ്ധ കലാപകാരികളെ നേരിടാൻ മുന്നിട്ടിറങ്ങി പ്രധാനമന്ത്രി. ഭാരതീയ യുവത്വത്തെ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്കും നന്ദി. രാജ്യത്തെ യുവാക്കളുമായി സജീവ ബന്ധം പുലർത്തുമെന്നും പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। എസ് നന്ദഗോപനുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. നന്ദ, ആദ്യം തന്നെ അറിയേണ്ടത് ഡൽഹിയിലെ പാട്ടശല്യം അതിരൂക്ഷമായി തുടരുകയാണോ? അവിടെയൊക്കെ നിൽക്കപ്പുറതിയുണ്ടോ നന്ദന്? പിന്നെ മറ്റൊരു കാര്യം, താങ്ക് യു ഫ്രണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പക്ഷേ തിരിച്ച് പ്രധാനമന്ത്രിക്ക് നമ്മൾ കൂടി ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ഈ രാജ്യവിരുദ്ധ കലാപകാരികളെ നേരിടാൻ അദ്ദേഹം എടുക്കുന്ന ആ ഒരു നിലപാടുകളും അദ്ദേഹത്തിന്റെ നീക്കങ്ങളും അഭിനന്ദനീയമാണ്. ഒപ്പം നമ്മളെയൊക്കെ യഥാർത്ഥ യുവതയെ രക്ഷിക്കാൻ നെഞ്ചോട് ചേർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊരാൾ അവിടെ ഉണ്ട്. എന്തായാലും എന്താണ് അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്? ഒപ്പം നന്ദ അറിയേണ്ടത്, ഈ പാറ്റകളുടെ ശല്യം തീർക്കാൻ എന്താകും അടുത്ത പോംവഴി? അശ്വതി, ഗുഡ് മോർണിംഗ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രിയിലും രാജ്യത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് യുവാക്കളുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. അതിന് യുവാക്കളോട് അദ്ദേഹം നന്ദി പറയുകയാണ്. യുവാക്കളോടൊപ്പം, അല്ലെങ്കിൽ യുവതലമുറയോടൊപ്പം താൻ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി അടിവരയിടുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. അതായത് യുവതലമുറ പല രീതിയിൽ ഇത്തരത്തിൽ CJP പോലുള്ള ഇത്തരം പാറ്റ പാർട്ടികളുടെ കെണിയിൽ അകപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെയല്ല, യുവാക്കളോടൊപ്പം യുവതലമുറയോടൊപ്പം താൻ ഉണ്ടാകുമെന്ന് അടിയുറച്ച് പ്രധാനമന്ത്രി വീണ്ടും രാജ്യത്തെ യുവജനങ്ങളോട് ആവർത്തിക്കുകയാണ്. അദ്ദേഹം ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ, അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ അത് വീക്ഷിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇന്നലെ രാത്രിയിലും പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങൾ, അതും വളരെ പെട്ടെന്ന് തന്നെ യുവാക്കളിലേക്ക്, യുവജനങ്ങളിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ശ്രവിക്കാൻ ഭാരതത്തിലെ യുവാക്കൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ യുവജനതകൾ അതിന് തയ്യാറാണ് എന്നുള്ളതാണ് നമുക്കിതിലൂടെ ബോധ്യമാകുന്നത്. അതിനപ്പുറത്തേക്ക് പാറ്റ പാർട്ടിയുടെ സമരത്തിൽ വന്നാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാറ്റ പാർട്ടി സമരം നയിക്കുന്ന ജന്തർ മന്ദിറിലാണ്. ജന്തർ മന്ദിറിൽ എനിക്ക് പിന്നിൽ പാറ്റ പാർട്ടിയുടെ വേദി കാണാം. ഈ വേദിക്കുള്ളിൽ ഏതാണ്ട് 200ഓളം ആൾക്കാർ ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ട്. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പല രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ പല കോണുകളിലായി ഉയർത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു ജനബാഹുല്യമോ, അല്ലെങ്കിൽ യുവജനങ്ങളുടെയൊക്കെ ഒരു സംഖ്യയോ ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ ബോധ്യമാണ്. ഈ വരും ഓരോ ദിവസങ്ങളിലും ഇത് കുറഞ്ഞു വരുന്നതായി നമുക്ക് വളരെ പ്രത്യക്ഷമായി തന്നെ കാണാൻ കഴിയും. അതായത് ഈ സമരം അത് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് യുവജനങ്ങൾ സ്വാഭാവികമായും ഇതിൻ്റെ നിഗൂഢമായ അജണ്ടകൾ പലതും ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സമരവേദിയിൽ നിന്ന് തന്നെ പല യുവാക്കളും യുവതികളുമൊക്കെ ഇതിനോടകം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ ചെയ്യുന്നുണ്ട്. CJPയുടെ അജണ്ട, CJPയുടെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളിപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും മതം കലരുന്നു അതിൽ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതായത് ഈ സമരം നീറ്റ് പരീക്ഷയുടെ പേരിലായിരുന്നു ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ രാഷ്ട്രവിരുദ്ധതയും അതേപോലെ തന്നെ ഹിന്ദുത്വ വിരുദ്ധതയും ഒക്കെ തന്നെ ഇവരുടെ ഈ CJPയുടെ സമരങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പല വിദ്യാർത്ഥികളും തിരിച്ചറിയുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രാജ്യവിരുദ്ധ സമരമാണ് എന്നുള്ളത് കൃത്യമായി ചില വിദ്യാർത്ഥികളെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞവരൊക്കെ ഈ സമരവേദി വിട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജന്തർ മന്ദിറിൽ അതേസമയം ഇപ്പോഴും സമരം തുടരുകയാണ്. അശ്വതി, തീർച്ചയായും നന്ദൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്നാലും ഈ പാർട്ടികളുടെ സമരമൊക്കെ
പുരോഗമിക്കുമ്പോഴേ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അമലിന്റെ ശ്രദ്ധയിലും പെട്ട് കാണുമല്ലോ. കാരണം കേരളത്തിലൊരു പ്രത്യേകതരം പുരോഗമനവാദികളിൽ, കേരളത്തിൽ പ്രത്യേകതരം പ്രതിഷേധക്കാർ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചിറകടിക്കുന്നുണ്ട്. ആരെങ്കിലും ഇതിനെതിരെ നിഷ്പക്ഷ അല്ലെങ്കിൽ ഇതിന്റെ വാസ്തവം ഇട്ടാൽ അവരെ കൂട്ടം തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ പ്രവണതയുണ്ട്. ഞാൻ അതോടൊപ്പം രണ്ട് കാര്യം പറയട്ടെ. ഇപ്പം നന്ദഗോപൻ പറഞ്ഞു കേട്ടോ, ഈ സമരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത്. അപ്പം ആൾക്കാർ കുറഞ്ഞു വരികയെന്ന് ഇപ്പം നന്ദഗോപൻ പറയുന്നു. അപ്പോൾ ഈ CJPയുടെ ജനനം എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് പറയാം, അങ്ങനെ ഒരു വെറും മൂവ്മെന്റ്. അപ്പോൾ സോഷ്യൽ മീഡിയ മൂവ്മെന്റ് ആരംഭിച്ചതാണ്. അപ്പം അന്ന് ആരംഭിക്കുമ്പം ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു മില്യൺ കടന്ന് ഫോളോവേഴ്സ് ഉയർന്നു വരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 26 മില്യൺ അടുപ്പിച്ചെങ്ങാണ്ടാണ് അതിന്റെ ഫോളോവേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റാഗ്രാം മൂവ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ തുടങ്ങിയ ആ ഒരു മൂവ്മെന്റ് ഇന്നിപ്പം ഇത്രത്തോളം ആൾക്കാരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധം ഡൽഹിയിൽ നടക്കുകയാണ്. അപ്പോൾ ഇവർ മറന്നൊരു കാര്യമുണ്ട്, ഇത്രയും ഫോളോവേഴ്സിനെ വെച്ചാണ് ഇവർ നടക്കുന്നത് എന്ന് പറയുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള ലോക നേതാക്കളിൽ ഒരാൾ. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 101-102 മില്യൺ ആവുകയാണ്. അപ്പം അത്രത്തോളം ഇവർ മറന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഓർമ്മയിലേക്ക് വരുന്ന ഒരു സിനിമ ഡയലോഗ് മാർക്കോ സിനിമയ്ക്കകത്ത്, യു ആർ ഡീലിംഗ് വിത്ത് ദ റോങ് പേഴ്സൺ. അതാണ് സംഭവം. അപ്പോൾ രണ്ടുപേർക്കുള്ള ഒരു മുന്നറിയിപ്പ്. നമുക്കറിയാം, പ്രതിപക്ഷമാണെങ്കിലും ഈ മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോൾ ചോര ഇറ്റിറ്റ് വീഴുമ്പോൾ കാണുന്ന ചെന്നായിയെ പോലെ അവസരവാദം നോക്കി നിൽക്കുന്ന പ്രതിപക്ഷം. അതോടൊപ്പം തന്നെ ഇതിനിടയിൽ കൂടെ ഈ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി രാഷ്ട്രവിരുദ്ധതയും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെയും പ്രവർത്തിക്കുന്ന ചില നിഗൂഢ ശക്തികൾ, ഇവർക്ക് രണ്ടുപേർക്കുമുള്ള താക്കീത് കൂടി ആവുകയാണ് ഇപ്പോൾ. എന്താന്ന് വെച്ചാൽ ഒറ്റ വീഡിയോ കഴിഞ്ഞ ദിവസം രാത്രി ഇറക്കി ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ സമരത്തിന്റെ ഗതി മാറിപ്പോയി. ആ ക്യാമറ ആംഗിളൊക്കെ ഒരുപാട് പേര് വിമർശിച്ചു കേട്ടോ. പക്ഷെ അദ്ദേഹം ബുദ്ധിമാനാണ്. വൈബ് പ്രധാനമന്ത്രി എന്നൊക്കെ വിശേഷിപ്പിക്കും. അപ്പം അമല് സൂചിപ്പിച്ചതിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യണം. അമല് പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് 26 മില്യൺ ഫോളോവേഴ്സ്. 26 മില്യണിൽ 20 മില്യണും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ബംഗ്ലാദേശിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ഖാലിസ്ഥാൻ വാദികളൊക്കെയാണ്. അതും കൂടി നമ്മൾ എടുത്തു പറയണം.